ഏറ്റവും നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു റീഡിങ് ദൈവകൃപയാൽ സിജിന് ചെയ്യാൻ സാധിച്ചു. ദൈവനവരാനെ സിജിയൻ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴ് 28-23 അല്ലെ? ഇനിയും 28-23 ഇനി 23 അല്ലേ വായിക്കേണ്ടത്? അതെ അതെ അതെ. അപ്പൊ മോളി ചിറക്കൽ 28-23 മുതൽ വായിച്ചു തുടങ്ങിയാട്ട്. Molly, can you please unmute yourself and start reading? Okay, sir. Okay, ma'am. ഞാൻ അതിൽ മഹാമാരിയും അതിന്റെ വീതിയിൽ രക്തവും അയക്കും. ചുറ്റിലും നിന്ന് നേരെ വരുന്ന വാൾ കൊണ്ട് നിഹിതന്മാരായവർ അതിന്റെ നടുവിൽ വീഴും. ഞാൻ യഹോവ എന്നവർ അറിയും. ഇസ്രായേൽ ഗ്രഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകിയില്ല. ഞാൻ യഹോവയെ കർത്താവ് എന്നവർ അറിയും. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുക എന്നെ തന്നെ അവർ വിശദീകരിക്കുമ്പോൾ ഞാൻ ഒരു ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. അവർ അതിൽ നിർഭയമായി വസിക്കും. അതോ അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരെ അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്നവർ അറിയും. 29-ാം ചാപ്റ്റർ. 10-ാം ആണ്ട് 10-ാം മാസം 12-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ: മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവ് ഫറവോന്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ചും എല്ലാ മിസ്രയീമിനെ കുറിച്ചും പ്രവചിച്ചു പറയേണ്ടത് എന്തെന്നാൽ: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മിസ്രയീം രാജാവായ ഫറവോനെ, നിന്റെ നദികളുടെ നടുവിൽ കിടന്ന് ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ ചെവികളിൽ ചുണ്ടൽ കൊളുത്തി നിന്റെ നദികളുടെ മത്സ്യങ്ങളെ നിന്റെ ചെതുമ്പുകളിൽ പറ്റുമാറാക്കി നിന്നെ നിന്റെ നദികളുടെ നടുവിൽ നിന്ന് വലിച്ചു കയറ്റും. നിന്റെ നദികളിലെ മത്സ്യമൊക്കെയും നിന്റെ ചെതുമ്പലിൽ പറ്റിയിരിക്കും. ഞാൻ നിന്റെ നദികളിലെ മത്സ്യങ്ങളെയൊക്കെയും മരുഭൂമിയിൽ എറിഞ്ഞു കളയും. നീ വെളിമ്പ്രദേശത്ത് വീഴും. ആരും നിന്നെ പെറുക്കുകയോ ഛേദിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഞാൻ നിന്നെ കാട്ടുമൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും ഇരയായി കൊടുക്കും. മിസ്രയീം നിവാസികൾ ഇസ്രായേൽ ഗ്രഹത്തിന് ഒരു ഓടക്കാലമായിരുന്നുകൊണ്ട് അവരൊക്കെയും ഞാൻ യഹോവ എന്നറിയും. അവർ നിന്റെ കയ്യിൽ പിടിച്ചപ്പോഴൊക്കെയും ഒടിഞ്ഞ അവരുടെ തോൾ ഒക്കെയും കീറിക്കളഞ്ഞു. അവർ ഊന്നിയപ്പോഴൊക്കെ നിന്നെ ഒടിഞ്ഞ അവരുടെ നടുവൊക്കെയും കുലുങ്ങുമാറാക്കി. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്റെ നേരെ വാൾ വരുത്തി നിങ്ങളിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ചു കളയും. മിസ്രയീം ദേശം പാഴും ശൂന്യവുമായി തീരും. ഞാൻ യഹോവ എന്നവർ അറിയും. നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവർ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്ക് നിന്റെ നദികൾക്കും വിരോധമായിരുന്നു മിസ്രയീം ദേശത്തെ സോവര ഗോപുരം മുതൽ കൂശിന്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യമാക്കും. മനുഷ്യന്റെ കാൽ അതിൽ കൂടി കടന്നു പോകുകയില്ല, മൃഗത്തിന്റെ കാൽ അതിൽ ചവിട്ടുകയുമില്ല. 40 സംവത്സരത്തേക്ക് അതിൽ നിവാസികൾ ഇല്ലാതെ ഇരിക്കും. ഞാൻ മിസ്രയീം ദേശത്തെ ശൂന്യദേശങ്ങളുടെ കൂട്ടത്തിൽ ശൂന്യമാക്കും. അതിലെ പട്ടണങ്ങൾ ശൂന്യപട്ടണങ്ങളുടെ കൂട്ടത്തിൽ 40 സംവത്സരത്തേക്ക് ശൂന്യമായിരിക്കും. ഞാൻ മിസ്രയീമിലെ ജാതിയുടെ ഇടയിൽ ചിഹ്നിച്ച ദേശങ്ങളെ ചിതറിച്ചു കളയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: 40 സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ മിസ്രയീമ്യരെ അവർ ചിന്നിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും. ഞാൻ മിസ്രയീമിന്റെ പ്രവാസം മാറ്റി അവരുടെ ജന്മദേശമായ പത്രോസ് പ്രദേശത്തേക്ക് മടക്കി വരുത്തും. അവിടെ അവർ ഒരു ഹീന രാജ്യമായിരിക്കും. അത് രാജ്യങ്ങൾ വെച്ച് അതിഹീനമായിരിക്കും. ഇനി ജാതികൾക്ക് മേലായി അത് തന്നെത്താൻ ഉയർത്തുകയും ഇല്ല. അവർ ജാതികളുടെ മേൽ വാഴാതെ വണ്ണം ഞാൻ അവരെ കുറച്ചു കളയും. ഇസ്രായേൽ ഗ്രഹം തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ അത് ഇനി അവരുടെ അകൃത്യം ഓർപ്പിക്കുന്നതായ ഒരു ശരണമാക്കിയിരിക്കില്ല. ഞാൻ യഹോവയെ കർത്താവ് എന്നവർ അറിയും. 27-ാം ആണ്ട് 1-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ: മനുഷ്യപുത്ര, ബാബേൽ രാജാവ് നെബൂഖദ്നേസർ സോറിന്റെ നേരെ നിന്റെ സൈന്യത്തെ കൊണ്ടും വലിയ വേല ചെയ്യിച്ചു. എല്ലാ തലയും കഷണ്ടിയായി എല്ലാ ചുമലും തോലുരിഞ്ഞു പോയി. എങ്കിലും സോറിന് വിരോധമായി ചെയ്ത വേലയ്ക്ക് അവനോ അവന്റെ സൈന്യത്തിനോ അവിടെ നിന്ന് പ്രതിഫലം കിട്ടിയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ മിസ്രയീം ദേശത്ത് ബാബേൽ രാജാവ് നെബൂഖദ്നേസരിന് കൊടുക്കും. അവൻ അതിന്റെ സമ്പത്തെ എടുത്ത് അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും. അത് അവന്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും.
ഞാൻ അവന് മിസ്രൈം ദേശത്തെ അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു. അവൻ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കി അവരുടെ നടുവിൽ നിനക്ക് തുറന്ന വായ് നൽകും. ഞാൻ യഹോവ എന്നവർ അറിയും. 30-ാം അധ്യായം. യഹോവ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവയെ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു. അയ്യോ, കഷ്ടദിവസം എന്ന് മുറയിടുവീൻ. നാളടുത്തിരിക്കുന്നു, അത് യഹോവയുടെ നാളടുത്തിരിക്കുന്നു. അത് മേഘമുള്ള ദിവസം ജാതിയുടെ കാലം തന്നെയായിരിക്കും. മിസ്രൈമിന്റെ നേരെ വാൾ വരും. മിസ്രൈമിൽ നിഹതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കുകയും അതിന്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ ക്രൂശിൽ അതിവേദനയുണ്ടാകും. ക്രൂശിലും പൃഥ്വിരും ലൂതരും സമ്മിശ്ര ജാതികളെയൊക്കെയും കൃപയിലും സഖ്യതയിൽപ്പെട്ട് ദേശിക്കുകയും അവരോട് കൂടെ വാൾ കൊണ്ട് വീഴും. യഹോവ പ്രാർത്ഥന ചെയ്യുന്നു. മിസ്രൈമിനെ താങ്ങുന്നവർ വീഴും. അതിന്റെ ബലത്തിന്റെ പ്രതാപം താണു പോകും. സോവന ഗോപുരം മുതൽ അവർ വാൾ കൊണ്ട് വീഴുമെന്ന് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട്. അവർ ശൂന്യദേശങ്ങളുടെ മധ്യേ ശൂന്യമായി പോകും. അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. ഞാൻ മിസ്രൈമിന് തീ വെച്ചിട്ട് അതിന്റെ സഹായക്കാരനൊക്കെയും തകർന്നു പോകുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. ആ നാളിൽ ദൂതന്മാർ നിശ്ചിതന്മാരെ ക്രൂശിനെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ മിസ്രൈമിന്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദന ഉണ്ടാവും. ഇതാ അത് വരുന്നു. യഹോവയെ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു. ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യാൽ മിസ്രൈമിന്റെ പുരുഷാരത്തെ ഇല്ലാതെയാക്കും. ദേശത്തെ നശിപ്പിക്കേണ്ടതിനെ അവനെയും അവനോടുകൂടെ ജാതികൾ ഭയങ്കരനായ അവന്റെ ജനത്തെയും വരുത്തും. അവർ മിസ്രൈമിന്റെ നേരെ വാളൂരി ദേശത്തെ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കും. ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും. ദേശത്തെ അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കയ്യാൽ ശൂന്യമാക്കും. യഹോവയായി ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. യഹോവയെ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു. ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മൃത്യാമൃത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതെയാക്കും. ഇനി മിസ്രൈം ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കുകയില്ല. ഞാൻ മിസ്രൈം ദേശത്ത് ഭയം വരുത്തും. ഞാൻ പത്രോസിന് ശൂന്യമാക്കും. സോവാനിന് തീ വയ്ക്കും. നോവിൽ ന്യായവിധി നടത്തും. മിസ്രൈമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എന്റെ ക്രോധം പകരും. ഞാൻ നോവിലെ പുരുഷാർത്ഥത്തെ ചേച്ചു കളയും. ഞാൻ മിസ്രൈമിനെ തീ വയ്ക്കും. സീൻ അതിവേദനയിലാകും. നോവ് പിളർന്നു പോകും. നോവിന് പകൽ സമയത്ത് വൈരികളുണ്ടാകും. അവനിലെയും പീലോസ്തിലെയും യൗവനക്കാർ വാൾ കൊണ്ട് വീഴും. അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഞാൻ മിസ്രൈമിന്റെ മുഖം ഒടിച്ച് അവളുടെ ബലത്തിന്റെ പ്രതാപം ഇല്ലാതെയാക്കുമ്പോൾ തഹ്പനേസിൽ പകൽ ഇരുണ്ടുപോകും. അവളെ ഒരു മേഘം മൂടും. അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ ഞാൻ മിസ്രൈമിൽ ന്യായവിധികളെ നടത്തും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. 11-ാം ആണ്ട് 1-ാം മാസം 7-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, മിസ്രൈം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിനെ മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മിസ്രൈം രാജാവായ ഫറവോന് വിരോധമായിരിക്കുന്നു. ഞാൻ അവന്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു കളയും. വാളിനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വീഴ്ച കളയുകയും ചെയ്യും. ഞാൻ മിസ്രൈമിലെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എന്റെ വാളിനെ അവന്റെ കയ്യിൽ കൊടുക്കും. ഫറവോന്റെ ഭുജങ്ങളെയോ ഞാൻ ഒടിച്ചു കളയും. മുറിവേറ്റവൻ ഞെരുങ്ങുന്നത് പോലെ അതിൽ അവന്റെ മുമ്പിൽ ഞെരുങ്ങും. ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും. ഫറവോന്റെ ഭുജങ്ങൾ വീണു പോകും. ഞാൻ എന്റെ വാളിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിനെ മിസ്രൈം ദേശത്തിന് നേരെ ഓങ്ങുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഞാൻ മിസ്രൈമിലെ ജാതിയുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങൾ ചിതറിച്ചു കളയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. 31-ാം ചാപ്റ്റർ. 11-ാം ആണ്ട് 3-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രൈം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? അശൂർ ലബാനോൻ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിൽ മോളി ഒരു അനുഗ്രഹമായിട്ട് വായിക്കാൻ ദൈവം അനുവദിച്ചല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. മോളിയും കുടുംബത്തിനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴ് പ്രിയപ്പെട്ട മേരി ആലീസ് മാത്യു 31-ാം ചാപ്റ്ററിന്റെ 3-ാം
മൂന്നാം വാക്യം മുതൽ വായിച്ചു തുടങ്ങണമേ. Chapter 31, verse 3 onwards. Behold, Assyria was a cypress in Lebanon, and he was beautiful in offshoots and high in greatness. His rule came to be among the clouds. Water nurtured him, and the depths made him grow tall. The depths led her river around his trees and sent forth her system into all the trees of the plain. For this reason, his greatness was exalted above all the trees of the plain, and his branches were enlarged because of the abundance of water. All the birds of the heavens made their nests in his offshoots, and under his branches all the wild animals of the plain brought forth their young, and all the multitude of nations dwelt under his shadow. Thus he was beautiful in his high position because of the multitude of his branches, for his roots were in much water. There were no such cypresses in the paradise of God, and there were no pine trees displaying offshoots like these. Silver firs did not have branches like these. No trees in the paradise of God was like him in beauty because of the multitude of his branches, and all the trees of God's paradise of splendor were jealous of him. Therefore, thus says the Lord, because you increased in greatness, and you established your rule among, and I saw him when he was exalted. Therefore, I delivered him into the hands of the ruler of nations, and he carried out his destruction. Thus, foreigners, the plague of the nations, destroyed him and cast him on the mountains. His branches fell in all the valleys, and his stems were broken in every plain of the land. All the peoples of the nations went down from the shelter and dashed him to the ground. All the birds of heaven rested on his fall, and all the wild animals of the field came upon his branches, that no trees in the water may ever again exalt themselves in their greatness, nor establish their rule among the clouds, and that no trees which drink water may stand in their high position. For all were delivered to death, to the depths of the earth among the sons of men who go down to the pit. Thus says the Lord and Master, in the day he went down to Hades, the deep abyss mourned him, and I stood over her rivers and restrained her abundant water. Lebanon moaned over him, and all the trees of the field fainted over him. From the sound of his fall, the nations were shaken, when I cast him down to Hades, together with those who descended into the pit. All the trees of splendor and the chosen plants of Lebanon, all that drink water, comforted him in the earth. Yet they also went down to Hades with him among those slain by the sword, along with their posterity. They that dwelt under his shadow perished in the midst of their life. To whom are you likened? Go down and be humiliated with the trees of splendor to the depths of the earth. You will sleep in the midst of the uncircumcised, with those slain by the sword. Thus shall it be for Pharaoh and the multitude of his strength, says the Lord and Master. Chapter 32. Again it came to pass in the 11th year, in the 12th month, on the first day of the month, that the word of the Lord came to me, saying, Son of man, take up a lamentation over Pharaoh, king of Egypt, and you shall say to him, You are like a lion among the nations, and you are like a dragon in the sea. You assaulted with your rivers, troubled water with your feet, and trampled your rivers. Thus saying the Lord, I shall therefore spread a net over you of many peoples, and bring you up with my fish hook. I shall stretch you out upon the earth, and the plains will be filled with you. I shall cause the birds of the heavens to settle upon you, and all the beasts of the whole earth to fill up on you. I shall offer your flesh on the open mountains and saturate them with your blood. The land shall be drenched with your excrement because of your multitude upon the mountains. I will fill the valleys with you. When I extinguish you, I shall cover up heaven and make its stars grow dark.
I shall cover up the sun with a cloud, and the moon will not give her light. All the bodies that give light in the heaven shall grow dark over you, and I shall bring darkness upon your hand, says the Lord and Master. I will provoke to anger the hearts of many peoples when I lead you captive among the nations into a land you have not known. Many nations will become saddened over you, and the kings will be utterly amazed when my sword files in their face, as they await their own fail from the day of your fail. For thus says the Lord, the sword of the king of Babylon will come upon you with the swords of his mighty men, and I will strike down your strength. And all these men are plagues from the nations. They will destroy the insolence of Egypt, and all her strength will be crushed. I will also destroy all her cattle from beside her abundant water, which the foot of man will trouble. No more, nor will the footstep of cattle tremble it. Thus at the time their waters shall become still, and their rivers will flow like oil, says the Lord, when I give Egypt over to destruction, and the land becomes desolate with all its fullness. And when I disperse all who dwell in it, then they will know that I am the Lord. There is a lamentation, and you shall mourn over Pharaoh. The daughters of the nation shall mourn over him and over Egypt, and they shall mourn for her all over her strength, says the Lord and Master. Again, in the first month of the 12th year, on the 15th day of the month, the word of the Lord came to me, saying, Son of man, lament over the strength of Egypt, for the nations will cast down her daughters dead into the depth of the earth. To those who go down into the pit, they shall fall with him among those slain by the sword, and all his strength will sleep in death. The mighty men will say to you, Be the depth of the pit, for to whom are you superior? Go down and sleep in death with the uncircumcised among those slain by the sword. Assyria is there, and all its company, and all the slain were put there. Their burial place is in the depth of the pit, and his company are set around about his grave. All the slain who fell by the sword are those who caused their fear to be upon the land of the living. There is Elam and his army all around his grave, and all the slain who fell by the sword, and the uncircumcised went down into the depth of the earth, and who caused their terror to be the land of the living. Now they bear the torment with those who go down to the pit among the slain. Mishesh and Tubal and all their strength were put there around about his grave. All his slain men, all the uncircumcised slain by the sword, who spread their terror in the land of the living, are there. They sleep in death with the mighty men who fell of old, who went down to Hades with their weapons of war. Their swords were put under their heads, but their lawlessness was placed in their bones, because they were terrified, the mighty men in the land of the living. As for you, you will sleep in the death among the uncircumcised, with those slain by the sword. There are the rulers of Assyria who yielded his strength to a wound of the sword. They sleep in death with the slain, with those who go down into the pit. There are the rulers of the north, all the commanders of Assyria, who with their terror and their strength go down slain into the pit. They fell asleep uncircumcised with those slain by the sword, and they hear the torment with those who go down to the pit. King Pharaoh will see them and be comforted over their strength, says the Lord and Master. For I caused his fear to be in the land of the living, but he shall sleep in the death among the uncircumcised, with those slain by the sword, even Pharaoh and all his multitude, says the Lord and Master. Chapter 33. Again, the word of the Lord came to me, saying, Son of man, speak to the sons of your people, and you will say to them, On whatever land I bring the sword, take one man from among the people of their land, and make him their watchman. When he sees the sword coming upon the land, he shall blow the trumpet and warn the people. Then whoever hears the sound of the trumpet does
but does not take warning, and the sword comes and takes him away, his blood shall be on his own head. For he heard the sound Read more. For the blessed reading, Mary Alice Matthew കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്കയുടെ MMVSന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ സഹായിച്ച വലിയ ദൈവകൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നതിനും പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് സ്തുതിക്കുവാൻ ഇടയാക്കുവാനും ഓപ്പണിംഗ് പ്രയർ നടത്തുവാനായി ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനോട് അപേക്ഷിക്കുന്നു. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും വന്നേക്കും തന്നെ. ആമീൻ. ദൈവമായ കർത്താവെ, ഈ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ദൈവം ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വസിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്ന മുഖാന്തരങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ലോകത്തിൽ സമാധാനവും ശാന്തിയും വരുവാൻ അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഓരോ ദിവസവും ഓരോ ഇടങ്ങളിലും ഞങ്ങൾ കേൾക്കുന്ന അപകടങ്ങൾ, പ്രയാസങ്ങൾ, കഴിഞ്ഞ ദിവസവും ഞങ്ങൾ കേട്ട 2 കുഞ്ഞുങ്ങളുടെ മരണത്തിനിടയാക്കിയ ആ വെടിവെപ്പും, ഇങ്ങനെയുള്ള തിന്മകളെയും പ്രയാസങ്ങളെയും ലോകത്തിൽ നീങ്ങുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയും കരുതലും കാവലും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. രോഗികളായി പ്രയാസത്തിൽ അനുഭവിക്കുന്ന, പട്ടിണിയിലായിരിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ഞങ്ങളുടെ പേരുകൾ അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരുമായ എല്ലാവരെയും നിരുസന്നിധിയിൽ സമർപ്പിക്കും. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനം നേർന്നു നിൽക്കുന്ന അഭിവന്യ തിരുമേനിയെ അനുഗ്രഹിക്കണമേ. പിന്നെ ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാ പ്രസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വാങ്ങിയവരെ അബ്രഹാമെ പ്രോത്സാഹിപ്പിക്കണമേ. 2ാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാഞ്ചലിസ്റ്റ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തോറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചതുപോലെ എല്ലാവരെയും, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. നമുക്ക് ഇന്ന് ഡാലസ് റീജിയൻ ആണ് നമ്മുടെ പ്രാർത്ഥന നയിക്കുന്നത്. അവിടെയുള്ള എല്ലാ കോറപ്പിസ്കോപ്പമാരും, വന്യ കോറപ്പിസ്കോപ്പമാർ, വൈദിക ശ്രേഷ്ഠ പശ്മമാർ, ഭാരവാഹികൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന നടത്തുന്നവരെ ഇന്ന് മെസ്സേജ് തരാനായിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഷീന പുന്നൂസിനെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നമുക്ക് ഒരു പാട്ടോടുകൂടി പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട നിസ്സി തങ്കം ഭാഗമാണ് പാടുന്നത്. കേൾക്കാമോ? കേൾക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ,
തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കര കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ, വരികവൻ ചരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്കു മുൻചൊന്ന വിശുദ്ധന്മാരാൽ അലംകൃതമായ തിരുവചനം അനുദിനം തരുമവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതിസന്തോഷത്താൽ, അനുദിനം തരുമവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താങ്ക് യു. പ്രിയപ്പെട്ട അനീസിലെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ഉറവിടം ക്രിസ്തു ആണെന്ന് സാക്ഷിക്കാം നമുക്കും. ഏറ്റവും യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പ്രിയപ്പെട്ട സിജി, പ്രിയപ്പെട്ട മോളി, പ്രിയപ്പെട്ട ആലീസ് ഇവരെ വളരെ മനോഹരമായി ഭക്തിപൂർവ്വം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയായിരുന്നു. ഞാൻ യഹോവ എന്നവർ അറിയും, ഇസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കി അവരുടെ നടുവിൽ നിനക്ക് തുറന്ന വായി നൽകും. ചില പ്രാവശ്യം ലഭിക്കുവാനുള്ള ആഹ്വാനവും അതിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ടു. ഇപ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വീണ്ടും വായിക്കുവാനുള്ള അവസരമാകുന്നു. പ്രിയപ്പെട്ട വത്സ ഷെറിയാണ് വായിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ, പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും വേദപുസ്തകം തുറന്ന് വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. Ephesians chapter 6 verses 10 to 20. പ്രിയപ്പെട്ട വത്സ വായിച്ചു തുടങ്ങുന്നു. കേൾക്കാമോ ആൻറ്റി? കേൾക്കാം. Ephesians chapter 6 verses 10 to 20. ബാരക്കുമോർ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം
പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ഇവിടെ ഈ പാഠം അവസാനിച്ചു. പറയുമോ? പ്രിയപ്പെട്ട വത്സാശ്വരി കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൗമയും എന്താമ പ്രാർത്ഥനയും ബഹുമാനപ്പെട്ട അച്ഛൻ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. തിരുവേനിയുണ്ട്. തിരുവേനി അഭിവന്യ തിരുമേനി. നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ ഒന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവംതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ ഒന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മോട്ടോന്ന് ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. എൻ്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യേ മർത്തോറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരകയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹ, നിന്റെ സ്ലീവായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവേ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലത് എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹ, എന്റെ വായ് നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യണമേ. ലോകങ്ങളുടെ സൃഷ്ടാവും സൃഷ്ടികളെ സ്ഥിരപ്പെടുത്തുന്നവനും തന്റെ സ്ലീബാ മൂലം ലോകത്തിന് രക്ഷയുണ്ടാക്കിയവനും തന്റെ സ്കീപ്പായുടെ രക്തത്താൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും സമാധാനപ്പെടുത്തിയവനുമായ ദൈവമേ, രഹസ്യം പരസ്യമാ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുവാൻ നീ ഞങ്ങൾക്ക് ബലമുള്ള കോട്ടയായിരിക്കണമേ. നിന്റെ കുറ്റമില്ലാത്ത രക്തത്താൽ രക്ഷിച്ചുള്ള മരിച്ചുപോയവർക്ക് നീ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, നിന്റെ സ്ലീബാ മൂലം എന്നേക്കും നിന്നെ വന്ദിച്ച് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ അരുളുകയും ചെയ്യണമേ. ആമീൻ. അഭിവന്യ തിരുമേനിക്ക് തിരക്കുകൊണ്ട് പലപ്പോഴും നമ്മുടെ കൂടെ സംബന്ധിക്കാൻ സാധിക്കാതെ വരുന്നെങ്കിലും ഞങ്ങളോട് കൂടെ വന്ന് ഹോമപ്രാർത്ഥന നടത്തി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് പ്രത്യേകം തിരുമേനിയെ പ്രാർത്ഥനയെ സമർപ്പിക്കുകയും അനുഗ്രഹിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട മറിയ മാത്യുവിന്റെ പാട്ടോടുകൂടി പ്രാർത്ഥന തുടരുന്നതായി. കേൾക്കാവോ അമ്മാമേ? കേൾക്കാം. കരുണക്കടലേ ഞാൻ നോക്കും,
ദേവാദനയാലൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചയ്യോ കഴുകണമെന്നെ പായാൽ ഏകണമെൻ ബാഷ്പാൽ വെണ്മ പിതൃസ്നേഹത്താൽ യാചിക്കുന്നേ ഞാൻ ഹസിക്കരുതേ എന്നെ വൈരി തേറും നരരിൽ ദൂതന്മാർ പ്രീതന്മാരായി തീർന്നിവ ചൊല്ലട്ടെ അനുതാപികളിൽ തൻ വാതിൽ രാപകലിഞ്ഞു തുറന്നിടും ഹല്ലേലൂയ നാഥസ്തുത്യൻ നീ നോക്കണമെൻ ദുരിതം നാഥ പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ശരണമെനിക്കില്ല വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും എൻ വൃണമോ കഠിനം നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു നീങ്കിൽ വരുന്നോ സുഖമേൽക്കും നൂനം എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥ എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിട്ടും നീപ്പോൾ അജമോ മാടോ ചങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായി ടർപ്പിക്കുന്നില്ല ക്ഷമയോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലൊരു തുള്ളി കണ്ണീർ കൊണ്ടൻ മേൽദയ തോന്നണമേ തിരുജനകൻ സ്നേഹ താലും മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ ഓർക്കണമെൻ പിഴകൾ പ്രിയപ്പെട്ട മറിയാം ആന്റണി കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നുവല്ലോ. പ്രാർത്ഥനയോടുകൂടിയും ഇത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാകണമേ എന്നും പ്രിയപ്പെട്ട ഷീന പൊന്നൂസിന്റെ നാവിനോടുകൂടി ഇരിക്കണമേ എന്നും പ്രാർത്ഥനയോടെ ഇരിക്കാം. വചനം പറയുന്ന മകളെയും വചനം കേൾക്കുന്ന നമ്മെയും ലോകത്തെമ്പാടുമുള്ള മക്കൾക്ക് അത് ശുദ്ധീകരണത്തിനും പ്രൊട്ടക്ഷനും ആയി തീരണമേ എന്നും നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ഏറ്റവും ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഷീന പൊന്നൂസിനെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അഭിനന്ദ തിരുവേനിയുടെ വാക്കുകൾക്ക് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അഭിനന്ദ തിരുവേനി ആമുഖ വാക്കുകൾ പറയും. തിരുവേനി മ്യൂട്ടാ. ഓക്കെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട എൽസൂസ് ടീച്ചർ, ഷീന ആൻഡ് റീജിയണൽ കോർഡിനേറ്റേഴ്സ്, MMEയുടെ മർദ്ദമറി സമാജത്തിൻ്റെ എല്ലാ പ്രിയ സഹോദരിമാരെ, അമ്മമാരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വളരെ നാളുകളായി എല്ലാവരും ഒന്ന് കണ്ടിട്ട്, അതുകൊണ്ട് ഈ ആഴ്ച ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് അല്പസമയം ചെലവഴിക്കാമെന്ന് ആഗ്രഹിച്ചു കൂടിയതാണ്. തീർച്ചയായിട്ടും അനുഗ്രഹകരമായി ഈ ശുശ്രൂഷ നടന്നു പോകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു.
ദൈവമാതാവായ അമ്മയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിന് ശേഷമുള്ള നാളുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും അമ്മയുടെ ജീവിതം നമുക്ക് കാട്ടിത്തന്ന ഒത്തിരി മാതൃകകളുണ്ട്. ദീർഘമായൊരു പ്രസംഗത്തിന് നമ്മുടെ ഷീന ഒരുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികമായി പറയുന്നില്ല. പക്ഷേ എനിക്ക് മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളിന് നാളുകൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്ന ഒരു ചിന്ത മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടി, വളരെ വിശുദ്ധിയായ ദേവാലയത്തിൽ ദൈവികമായി ജീവിച്ച ഒരു പെൺകുട്ടി, പക്ഷേ ഓൾ ഓൺ എ സഡൻ ഒരു പ്രയാസം അവിടെ ജീവിതത്തിൽ വരികയാണ്. വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നു, എന്നാൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം സാധ്യതയുള്ളൊരു കാര്യമാണ്. എങ്കിലും അതിൻ്റെ നടുവിൽ പ്രത്യാശയോടെ ധൈര്യം കണ്ടെത്തിയ ഒരു അമ്മയാണ് നമ്മൾ കാണുന്നത്, ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത്. അവിടെ രണ്ട് വശം അമ്മയുടെ യാത്രയിൽ അന്ന് കാണുന്നത്. ഒന്ന്, തൻ്റെ ചാർച്ചക്കാരിക്ക് വളരെ ദീർഘകാലമായ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നു എന്നൊരു നല്ല വാർത്ത കേൾക്കുന്നു. മറുവശത്ത് തൻ്റെ ജീവിതയാത്രയിൽ തനിക്കൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു, വലിയ ഉത്തരവാദിത്തമാണെന്നൊരു ബോധ്യമുണ്ട്. എങ്കിലും മറുവശത്ത് അതിൻ്റെ പ്രതിസന്ധികളെ, കോൺസിക്വൻസസിനെ കുറിച്ച് അമ്മ വളരെ അവെയർ ആയതുകൊണ്ട് അതിനൊരു ആശ്വാസം കണ്ടെത്താനും കൂടി ആയിരിക്കണം തൻ്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് പോകുന്നത്. അവിടെ അമ്മ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമ്മയുടെ ജീവിതത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ശരീരം കൊണ്ട് ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന അമ്മ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46-47 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. മറിയാം പറഞ്ഞു, എൻ്റെ ദേഹി, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അപ്പം ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും കൊണ്ട്, അല്ലെ ശരീരത്തെ മുഴുവനായി ശരീര ആത്മദേഹികൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരമ്മ നമുക്കൊക്കെയും ജീവിതയാത്രയിൽ, ഒരുപക്ഷെ മോഡേൺ ഈ ലൈഫ് കടന്നു പോകുന്നതനുസരിച്ച് ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്കൊരു ധൈര്യമായി നമ്മോട് കൂടെ ഉള്ളത് തന്നെയാണ്. ശരീരാത്മദേഹി കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമുക്ക് ശക്തിയും ബലവും കൂടുതൽ കൃപയും നൽകും. ഏത് പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ധൈര്യം നമുക്ക് ദൈവം നൽകും. അത് നമ്മുടെ ജീവിതയാത്രയിൽ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അമ്മ നമ്മെ പഠിപ്പിച്ച പാഠം അതാണ്. പ്രത്യേകിച്ച് അമ്മമാരെല്ലാം കുടുംബജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ ഓളങ്ങളും തിരമാലകളും കടലും കാറ്റും എല്ലാം അനുഭവിക്കുന്നൊരു സമൂഹമാണ് അമ്മമാർ. അതിൻ്റെ നടുവിൽ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ അനുഭവിച്ചറിയുവാനും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കുന്നൊരു അനുഭവം ഉണ്ടാവട്ടെ. അതാണ് തീർച്ചയായിട്ടും അമ്മമാർക്കതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിലേക്കൊക്കെ കൈമാറി തരുന്നത് നിങ്ങളൊക്കെയാണ്. ആ ഒരു അനുഭവം, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിൻ്റെ ദൈവത്തിൽ സന്തോഷിക്കുന്നു, ആ ഒരു ധൈര്യപ്പെടുത്തലും സന്തോഷവും പ്രത്യാശയും നമ്മുടെയൊക്കെയും ജീവിതയാത്രയിൽ ഉണ്ടാകട്ടെ. അമ്മ നൽകുന്ന വലിയ സന്ദേശം നമുക്ക് പ്രാവർത്തികമാക്കാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട എബി അച്ഛനോട്, എലിസബത്ത് ടീച്ചറിനോട്, ഷിനിയോട്, ഷീനായോട്, എല്ലാ റീജിയണൽ കോർഡിനേറ്റേഴ്സിനോട്, ഇത് പങ്കാളികളാകും. ഞാൻ നോക്കുക 100-ന് മേലിന് ആളുകൾ ഇതിനകത്ത് പങ്കാളികളാവുന്നുണ്ട്. വലിയ അനുഭവം, സാക്ഷ്യമാണ്. ഇനിയും കൂടുതൽ ആളുകൾ പങ്കാളികളാവാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഒരു അനുഭവമായി മാറുവാൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തില്ല. പ്രതിസന്ധികളൊന്നും ഓരോ ദിനവും കൂടിക്കൊണ്ടേയിരിക്കുക. മനുഷ്യർ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. നമ്മളൊരു പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആരും അധികം പങ്കുവെക്കുന്നില്ല. പക്ഷേ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. നമുക്ക് കൂടി വരിക വെള്ളിയാഴ്ച രാവിലെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർത്ത്, കർത്താവിൻ്റെ കാൽവരി കുരിശിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ലോകത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാനുള്ള വലിയ നിമിഷങ്ങളാണിത്. അതുകൊണ്ട് എല്ലാവരും അത് കൂടി വരികയും നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ബലഹീനമായ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. എപ്പോഴും നിങ്ങളുടെ കൂടി വരാൻ സാധിക്കുന്നില്ല എങ്കിലും പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ട്. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. ഷീനായ്ക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. തിരുമേനിയുടെ വാക്കുകൾക്ക് നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. തിരുമേനിയുടെ കരുതലും നേതൃത്വവും നമ്മുടെ ഭദ്രാസനത്തെയും നമ്മുടെ പ്രസ്ഥാനത്തെയും ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം തമ്പുരാൻ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും അഭിനന്ദ തിരുമേനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഷീന പൊന്നൂസാണ്. ഷീനായെ പ്രത്യേകമായി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം നമ്മളിൽ ഒരാളാണ്, നമ്മുടെ കൂടെയുള്ള ആളാണ്, നമുക്ക് നേതൃത്വം തരുന്ന ആളാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ചുമതല ഏറ്റവും അധികം ഭംഗിയായി കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാൾ. എല്ലാ സമയവും അതിനുവേണ്ടി മാറ്റിവെക്കുകയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും യഥാസമയം എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്ന്
ശ്രദ്ധിക്കുകയും ഷിനിയോടൊപ്പം ഒരുമിച്ച് ചേർന്ന് പോകുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയും. ഒരു പ്രസ്ഥാനം മുമ്പോട്ട് പോകണോ അല്ലെ നേതൃത്വം കൊടുക്കുന്നവർ വളരെ ശക്തമായി ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥനയോടെ നിൽക്കണം എന്ന് പറയും. ആ ഒരു അനുഭവം വളരെ സന്തോഷം തരുന്നതാണ്. ഷീനായുടെ നേതൃത്വം വളരെ അനുഗ്രഹീതമാണ്. ഇന്നത്തെ ദൈവവചന സന്ദേശം നൽകുവാനായി പ്രിയപ്പെട്ട ഷീനായെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ സൗണ്ട് ഇല്ല, മ്യൂട്ടാണോ? Sheena tried connecting from another device. കേൾക്കാമോ? കേൾക്കാം. ഇപ്പൊ കേൾക്കാം. Let's bow our head in prayers. പിന്നെ മറ്റേത് ഓഫ് ചെയ്യണമെന്ന് തോന്നുന്നു. മറ്റേത് ഓഫ് ചെയ്യണം. അതിന്റെ എക്കോയാ വരുന്നത്. 2 ഡിവൈസ് ഒരുപോലെ വെച്ചാൽ അതിന്റെ എക്കോ വരും. അല്ലെ, ഒരു ഡിവൈസ് കേൾക്കാത്ത ഡിവൈസ് ഓഫ് ചെയ്താൽ മതി. കേൾക്കാമോ ഇപ്പം? ഇപ്പൊ കേൾക്കാം. Let's bow our heads in prayers. Heavenly Father, we come before you today with hearts open and humble in your presence. Thank you for the gift of this day and for the opportunity to gather together as sisters in Christ. As we enter into this time of fasting and prayer, we ask you to still our hearts, renew our spirits, and help us to draw near to you. May this time be one of the encouragement, healing, and renewal. Speak to us through your word and strengthen us as we wait on you. In Jesus' name we pray. Amen. Respected His Grace Thomas Marivanos, A.B. Achin, dear sisters in Christ. It is truly a blessing to gather together during the time of fasting and prayer. Every week when we come for fasting prayer, we are reminded that prayer is not just our duty, it is a privilege, it is a sacred opportunity to draw near to God, to bring our burden before Him, and to build each other up in faith. We all carry burdens. Some of us are anxious about our children, some are struggling with health, others are carrying silent pain no one else knows. Life can often feel overwhelming. Many times we smile on the outside, but inside we are tired and longing for God to intervene. But it's in these very moments that God speaks to us through His word. In 2 Corinthians chapter 12, verses 9, Jesus says, "My grace is sufficient for you, for my strength is made perfect in weakness." These words were spoken to St. Paul when he pleaded with God to remove a deep personal struggle, his thorn in the flesh. But instead of removing the struggle, God offered something better, His grace. This reminds us that while God may not always take away the pain immediately,
He always gives us His presence, His strength, and His grace to walk through it. Dear sisters in Christ, this is why fasting and prayer are so powerful. When we fast, we are not just skipping meals, we are declaring, Lord, you are my true nourishment. As Jesus said in Matthew chapter 4, verses 4, man shall not live by bread alone, but every word that proceeds from the mouth of God. Prayer on its own is powerful, but when combined with fasting, it becomes a deeper act of surrender. It's saying, Lord, I humble myself. I lay down even my physical needs so that I can seek you more earnestly. That's why Jesus said in Mark chapter 9, verse 29, this kind can come out only by prayer and fasting. There are some strongholds in life, whether spiritual struggles, family tensions, or hidden burden, that can only be broken when we come before God with both fasting and prayer. Let us remember some powerful examples from the Bible. Hannah, longing for a child, prayed silently with tears. God heard her and gave her Samuel, who became a great prophet. Esther called for fasting and prayer to save her people. Through her obedience, God delivered an entire nation. Daniel fasted and prayed, and God revealed heavenly mysteries that no one else could understand. These stories reminds us that God listened to sincere sacrificial prayer. He still moves in power today, just as he did back then. Sometimes we feel our prayer are too small. Sometimes we have been praying for years without seeing results. But Psalms chapter 56, verse 8 says, you have kept count of my tossing, put my ears in your bottle. Isn't that beautiful? Every tear, every whispered prayer, God sees it. He treasures it. Nothing is wasted. This is especially true for praying mothers. As Ivanios Sermeni said, when a mother prays and fasts for her children, heaven moves. You may not see the answer right away, but your prayers are seeds. Seeds take time to grow, but in God's perfect timing, they will be they will bear fruit. Maybe not just in your life, but in your children's and even in your grandchildren's. Fasting and prayer are not always easy. We can feel weak in our body or distracted in our minds, but that's okay. The goal is not to prove how strong we are, it's to declare how much we deepen on God. When we come to the end of ourselves, that's when we find the beginning of God's power. Isaiah chapter 40, verses 31 says, encourage us by saying, but those who wait on the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. Waiting on God means trusting even when answers are delayed and holding on even when it feels like nothing is happening. And when we do that, God renews our strength. So today, dear sisters in Christ, let us take heart. Whatever burdens you're carrying, at Jesus' feet. His grace is sufficient. His strength is made perfect in your weakness. And the prayers you pray today are shaping the future for your family, your church, and generation to come. Lord, we thank you for the blessing time of fasting and prayer. Thank you for reminding us that your grace is sufficient and your strength is made perfect in our weakness. Encourage those who are weary, comfort those who are hurting, and fill us with hope and faith. Lord, bless every sister here. Bless her home, her children, and her heart. May our prayer rise before you as sweet fragrance. Strengthen our church, protect our families, and lead us always in your will. In Jesus' name we pray. Amen. And before I close, I want to sincerely thank each one of you. Week after week, you faithfully attend this MMBS
Friday fasting prayer. Your dedication is not just encouraging, it is powerful. You may not realize it, but your presence and your prayers are making a difference in our families, in our church, in our diocese. On behalf of our Diocese of Southwest America, MMVS, thank you. May the Lord see your faithfulness, reward you richly. Let's continue to pray for each other, encourage one another, and grow stronger together in Christ. God bless you all. Thank you, Emmanuel Sirmini, for joining us today. Thank you, Eviachin, Shini, and everybody who joined today. Thank you. Thank you, Sheena, for your encouraging words. Fasting and prayer, it goes together in our understanding. There are certain purposes for fasting. The first one, I think it is to grow in self-control and humility. And another one may be to detach from the worldly desires and focus on God. And it accompanies prayer, charity, and repentance. And it prepares us for great feast too. So I think we have to accommodate all these things in our daily life. It's not for a period of time. We do think we have to be with God in certain periods which church has given us. No, it is the thing which we have to carry all through our life. Each fasting, each Lent makes us remember what we had in the past and how we can rectify. That's a word called retreat. Retreat means go back and find out what we left there that we should carry with us. So your words were encouraging. Thank you for the words. Thank you, Sheena. May God bless you. And thank you for the great leadership you're giving to the MMVS too. Thank you. Thank you very much. പ്രിയപ്പെട്ട ഷീനയുടെ അനുഗ്രഹിക്കപ്പെട്ട ദൂതിന് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുകയും ഷീനയ്ക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, നിന്റെ ശക്തി എന്ന് കർത്താവ് പറഞ്ഞ ആ വാക്യവും അതുപോലെ തന്നെ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങള്, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള്, ഇടവകയിലെ സഭയുടെ രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, നമ്മുടെ കണ്ണുനീര് ഒരിക്കലും കർത്താവ് കാണാതെ പോകില്ല. ഇതെല്ലാം വളരെ ശക്തമായി നമ്മോട് പറയുകയും പ്രാർത്ഥനയുടെ പ്രാധാന്യം ഹന്നയുടെയും ഡാനിയലിന്റെയും സങ്കീർത്തനങ്ങളിൽ നമ്മുടെ കണ്ണുനീര് കർത്താവ് തോൽക്കുടത്തിൽ പകർന്നു വയ്ക്കുകയും ഇതെല്ലാം വിലയുള്ളതാണെന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്തല്ലോ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ സമയമാണ്. ഷീനയും കുടുംബത്തെയും ജീവിത പങ്കാളി, മക്കൾ, അതുപോലെ ഷീനയുടെ ഇപ്പോൾ ഡയോസിസിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തെയും ദൈവസന്നിധി സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു കേട്ട വചനങ്ങൾ നമ്മുടെ ആവർത്തിച്ച് കേൾക്കുന്നതിൽ ഉപരിയായിട്ട് പ്രത്യേകമായി നമ്മുടെ മനസ്സിലൊരു പ്രത്യേക ആംഗിളിൽ അത് പതിഞ്ഞു. ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ പ്രാർത്ഥന എപ്പോഴും ഒരു ഡ്യൂട്ടി ആയിട്ടല്ല, ഒരു സേക്രഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ അവസരമാകുന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഇത്രയും പേർ, 100-ലധികം മക്കൾ ഒരുമിച്ച് നമ്മുടെ പേഴ്സണലായിട്ടും എല്ലാവർക്കും വേണ്ടി, ലോകമെമ്പാടുമുള്ള മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കാവുന്നു. പരിശുദ്ധ ബാവ തിരുമേനിയെ
ദൈവസന്നിധിയെ സമർപ്പിക്കുന്നു. സഭയെ നയിക്കാനുള്ള എല്ലാ കൃപയും തിരുമേനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ സഭാ നേതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ വന്ന് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം പ്രവർത്തിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഡയോസിസിനെ നയിക്കുവാനുള്ള കൃപയും ആരോഗ്യ ആയുസ്സും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സിംഹാസന്മാർ, സിസ്റ്റർമാർ, ദൈവിക വേലയ്ക്കായിട്ട് ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത എല്ലാ മക്കളെയും ഇനിയും ഡെഡിക്കേറ്റ് ചെയ്യാനിരിക്കുന്ന മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവക പുരോഹിതന്മാരെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ഓൾട്ടർ ബോയ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സെമിനേറിയൻസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അൽമ സംഘടനകളുടെ നേതൃത്വം കൊടുക്കുന്നവർ, മർത്തമറിയം സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും ബഹുമാനപ്പെട്ട പൈങ്ങോലിയച്ചനെ ഓർത്ത് കൃത്യമായ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സിക്കായിരിക്കുന്ന എല്ലാ ചെറിയ ലേമാൻ പറഞ്ഞ ഒരു ലേഡി കുഞ്ഞ് നഷ്ടപ്പെട്ടതിനോടൊപ്പം തന്നെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട് കഷ്ടത്തിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ട മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അരുൺ, ഷാനു, വിനി, എലിസബത്ത്, സൂസൻ, ആഷ, ബെഞ്ചമിൻ, ഇബ്രഹാം, വത്സ, നീന, ധാരാളം മക്കളുണ്ട്. ഇന്ന് നാം പറയുന്നത് പോലെ തന്നെ സൗഖ്യം ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട ഷീന പറഞ്ഞതുപോലെ ആൻസർ ലഭിച്ചതും ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ലഭിക്കാനിരിക്കുന്നതും ലഭിച്ചില്ലെങ്കിലും ആ ഉള്ള അവസ്ഥയിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല വിധത്തിലുള്ള രോഗങ്ങൾ, ശാരീരികം മാത്രമല്ല മാനസികമായുള്ള അസ്വാസ്ഥ്യമുള്ള എല്ലാ മക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ബർത്ത്ഡേസ് ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഒറ്റ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ഗീത, വിനോദ്, ജെനിഫർ എല്ലാവരെയും സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന ബെഞ്ചമിൻ, എലിസബത്ത്, ഐബ്, കുഞ്ഞമ്മ, നിർമ്മല, വർഗീസ്, അതേപോലെ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന എല്ലാ മക്കളെയും സ്തോത്രത്തോടെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. വളരെ കഷ്ടത്തിൽ ആവർത്തിച്ച് വൈഷമ്യങ്ങൾ വന്ന് സഹിക്കാനാവാത്ത പരീക്ഷകൾ ഒരിക്കലും കർത്താവ് തരില്ല നമുക്കറിയാമെങ്കിലും കഠിനമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ കൊടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് റിക്വസ്റ്റുള്ള നിഷ, ഷീജ എല്ലാവരെയും ഓർക്കുന്നു. വൈഷമ്യങ്ങളിൽ വീണു പോകാതിരിപ്പാൻ, വിട്ടുപോകാതിരിപ്പാൻ ദൈവമേ സഹായിക്കണമേ. ഇതേ അവസ്ഥയുള്ള എല്ലാ മക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് റിക്വസ്റ്റ് തന്നിട്ടുള്ളവരും ഇല്ലാത്തവരും അവരവരുടെ മനസ്സിൽ ഉള്ള ഭാരങ്ങളുമായി വന്നിരിക്കുന്നവരെയും ലോകമെമ്പാടുമുള്ള മക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ജനറേഷനെ അവർ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. ലഹരിയുടെ ആധിപത്യമുള്ളവരെ, ഇന്റർനെറ്റിന്റെ അടിമത്തത്തിലായിപ്പോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യയന വർഷത്തിലാണ് പരീക്ഷ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതിയ കുഞ്ഞുങ്ങളെ അവർക്ക് ഒരുവിധം നന്നായി ചെയ്യാൻ സാധിച്ചു എന്ന് ഉള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നന്നായി എഴുതാൻ സാധിക്കാത്തവരെ ഓർത്ത് ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഭാവി അവിടുത്തെ ഹിതപ്രകാരമായി തീരണേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 2 എലിസബത്ത്മാരുണ്ട്. ആഷ്ലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലിഡിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തേക്ക് പഠനത്തിനായിട്ട് യാത്രയിലാവുന്നു. അങ്ങനെ അനേകം കുഞ്ഞുങ്ങളുണ്ട്. ആഷ്ലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജിയാൻ എന്ന് പറഞ്ഞ മകന് വലിയ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ സൗഖ്യത്തിലായതാണ്. ഇപ്പോൾ വീണ്ടും അല്പം സിക്കായിരിക്കുന്നു. അവനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ലോറൻസ്, ആൽബിറ്റ്, ഹാന, കാരളിൻ എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. എവ്ലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും, ഇവിടെയൊക്കെയും വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ വേദോത്സവം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദേവാലയത്തിൽ പോയി ആരാധനയിൽ പങ്കുകൊള്ളുന്നതിനും കുദാശകളിൽ പങ്കുകൊള്ളുന്നതിനും വൈമനസ്യം കാണിക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവമേ ദൈവസന്നിധിയിലേക്ക് കൂട്ടിവരുത്താൻ ഇടയാക്കണമേ. ഒപ്പം പ്രാർത്ഥിക്കുന്ന നമ്മയും ശുദ്ധീകരിക്കുവാൻ ദൈവമേ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള മക്കൾ, കുഞ്ഞുമക്കളെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ സമർപ്പിക്കുന്നു. ന്യൂ അറൈവൽസ് ആയിട്ടുള്ള ജേക്കബ് എബ്രഹാം, ആഷിഖിന്റെ മകനാണ്. മൊളി ചിറക്കലിന്റെയും രാജൻ ചിറക്കലിന്റെയും കൊച്ചുമകനാണ്. അതുപോലെ ഷിബ ഐസക്കിന്റെയും കൊച്ചുമകനും നിമ്മിയുടെ മകനുമാണ് ആഷ്ടൺ ഐസക്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പ്രാർത്ഥനാലയത്തിലേക്ക് സ്വാഗതം ചെയ്യും. അവരെ അനുഗ്രഹിക്കുകയും
പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെഡിങ് ആയിട്ടുള്ള ജൂലിയൻ ആൻഡ് ഷീബ, മീഖ ആൻഡ് വിക്ടോറിയ, ഒരേ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. അവരുടെ വിവാഹത്തിന് വേണ്ടി അവർ ഒരുങ്ങിയപ്പോൾ മുതൽ തുടർച്ചയായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ജസ്റ്റ് വിവാഹം കഴിഞ്ഞ തോമസ് ലച്ചൻ ശ്രുതി, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ജസ്ലി ആൻഡ് അർജുനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ആൽബി കൊച്ചമ്മയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജിൻസി, സ്വപ്ന, ഗ്രേസ്, ഹർഷ, ഇന്ദു, ഐറിസ്, ഐവി, ജാനിസ്, ജെയ്മി അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നേരത്തെ ഷീന പറഞ്ഞതുപോലെ ഹനയുടെ പ്രാർത്ഥന ഓർക്കുന്നു. ഹനയ്ക്ക് കുഞ്ഞിനെ എനിക്ക് കൊടുത്ത ദൈവമേ സ്തോത്രം. പരിശുദ്ധ അമ്മയ്ക്ക് കർത്താവിനെ കൊടുത്ത് അനുഗ്രഹിച്ച എലിസബത്ത് അമ്മയ്ക്ക് യോഹന്നാനെ കൊടുത്ത് അനുഗ്രഹിച്ച കർത്താവെ ഈ മക്കൾക്കും കുഞ്ഞുങ്ങളെ കൊടുത്ത് അവിടുത്തെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിച്ച കുഞ്ഞുങ്ങളെ ദൈവ മഹത്വത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരുവാൻ അവരെ സഹായിക്കണമേ. അതേപോലെ ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്ന ഷീമ, താര, മിന്നു, മറിയ, ടീന, ടീജ, ബിന്നു, നിക്കോൾ, ജോജി, ലീന, ടാഷ, അതേപോലെ അനേകം കുഞ്ഞുങ്ങളുണ്ട്. വിവാഹത്തിന് ഒരുങ്ങാൻ തയ്യാറില്ലാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ അവരെല്ലാവരും ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നു. യുദ്ധത്തിന്റെ കെടുതിയിൽ വിഷമിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് വിഷമിക്കുന്നവരെ എല്ലാവരും സമർപ്പിക്കുന്നു. അതുപോലെ വോളണ്ടറി സംഘടനകളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു നോമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത മാതാവിന്റെ ജനന പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുന്നു. നമ്മുടെ നോമ്പ് കൊണ്ടെല്ലാം മറ്റ് വിഷമത്തിലിരിക്കുന്നവരെയും ആവശ്യത്തിലിരിക്കുന്നവരെയും സഹായിപ്പാൻ, വിദ്യാഭ്യാസത്തിന്, രോഗത്തിൽ വിഷമിക്കുന്നവരെ, വീട് നിർമ്മിക്കുന്നവരെ സഹായിക്കാൻ നമുക്ക് ഒരുങ്ങാം. വളരെ സംഘടനകളെ സഹായിക്കാം. സ്മൃതി, ആശ്രയ ഒക്കെ സംഘടനകൾ ആവശ്യത്തിലിരിക്കുന്നു. സഹായിപ്പാനായിട്ട് നമുക്ക് ഒരുങ്ങാം. റീകൺസ്ട്രക്ഷൻ എല്ലാ ചർച്ചസിനെയും, കാൽഗറി, എഡ്മണ്ടൺ, അതേപോലെ തന്നെ ഹ്യൂസ്റ്റൺ, ഡിട്രോയിറ്റ് എല്ലാ റീകൺസ്ട്രക്ഷൻ ചർച്ചസിനെ സമർപ്പിക്കുന്നു. അത് വേഗം പൂർത്തിയാകുന്നതിനും എല്ലാം ഒരു ആരാധനകളിൽ ഒരുങ്ങി വന്ന് മഹത്വത്തിനായിട്ട് ആരാധനയിൽ ഏർപ്പെടുവാൻ സഹായിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. വാങ്ങിപ്പോയ എല്ലാ ആത്മാക്കളെയും, അഭിഷിക്തരെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. വർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ ആത്മാവിനെയും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥവും അപേക്ഷിക്കുന്നു. ആനി ജോർജ് കൊച്ചമ്മയുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ജെയ്സൺ ജേക്കബ് എന്ന് പറഞ്ഞ മകന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. മറിയാമ്മ ജോർജിനെ സമർപ്പിക്കുന്നു. നീലകണ്ഠൻ നായരുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഈ അകാലത്ത് നിര്യാണമായിട്ടുള്ള മക്കളെ പറ്റി പറഞ്ഞപ്പോൾ കർത്താവിനെ തന്നെ, അതായത് കണ്ണീർ പന്തലിന് മുൻപിൽ വന്ന് 13 വയസ്സുള്ള കുഞ്ഞിന്റെ മരണം ഹൃദയ നടുക്കത്തോടെ കണ്ട അമ്മയെ ഓർത്ത് ആശ്വാസം പ്രാപിപ്പാന് ഉള്ള അച്ഛൻ്റെ ആ വാക്കുകൾ ഓർക്കുന്നു. അതുപോലെ എല്ലാവർക്കും ആശ്വാസം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവര്, ആരോഗ്യം ഇല്ലാത്തവർ, ആസ്മൻഷ്യ ഒക്കെയുള്ള മക്കളെ ശുശ്രൂഷിക്കുന്ന മെഡിക്കൽ ടീം എല്ലാവരെയും സമർപ്പിക്കുന്നു. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട റേച്ചൽ തോമസ് ആണ് പ്രാർത്ഥിക്കുന്നത്. റേച്ചൽ തോമസിനെയും കുടുംബത്തെയും ദേശത്തിന് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട റേച്ചൽ തോമസ് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ചേച്ചി. കേൾക്കാമല്ലോ എല്ലാവർക്കും? കേൾക്കാം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സാലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. കാരണവാനും മനസ്സരിവുള്ളവനുമായ എൻ്റെ ദൈവ സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ ഈ വെള്ളിയാഴ്ചയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കർത്താവേ, നിന്റെ സന്നിധിയിലിരിക്കുന്ന ഈ ഓരോ മക്കളെയും അവരുടെ ആവശ്യങ്ങളെയും
കർത്താവെ അവരുടെ ആഗ്രഹങ്ങളെ കർത്താവെ എല്ലാം അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിച്ചല്ലോ ദൈവമേ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ മകൾക്ക് ബലം കൊടുത്ത് നിന്റെ സന്നിധിയിൽ എല്ലാ വിഷയങ്ങളും കർത്താവെ സമർപ്പിക്കുവാൻ തക്കവണ്ണം കൊടുത്ത കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കൂടുവരവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തമ്പുരാൻ ഇത്രത്തോളം തന്നെ കൃപയോടെ നടത്തിയ വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇതിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം പിതാവേ ഇതിൻ്റെ ഭാരവാഹികളെ ഒക്കെയും കർത്താവ് ഉപയോഗിച്ചല്ലോ ദൈവമേ. നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ബാബാ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തമ്പുരാനെ ഞങ്ങളുടെ മാറിയവാനയോസ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് നയിക്കുന്ന എബിയച്ചനായി സ്തോത്രം, ഷീനയ്ക്കായി സ്തോത്രം, സിനിക്കായി സ്തോത്രം, ലീഡിയ ചേച്ചിക്കായി സ്തോത്രം. അങ്ങനെ എല്ലാ മക്കളെയും കർത്താവെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. തമ്പുരാൻ കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന വഴികൾക്കും വിധങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു ദൈവമേ. സ്തോത്രം. ഞങ്ങൾ നിന്നതല്ല കർത്താവെ, നീ ഞങ്ങളെ നിർത്തിയിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു ദൈവമേ. സ്തോത്രം. പ്രയാസത്തിൻ്റെയും ഭാരത്തിൻ്റെ നടുവിലൊക്കെയും ആയിരുന്നപ്പോൾ തമ്പുരാനെ നീ ഞങ്ങളുടെ കണ്ണീരിനെ മാനിച്ച ദൈവമാകയാൽ സ്തോത്രം. കൃപയോടെ ഞങ്ങളെ സൂക്ഷിക്കുന്ന സ്നേഹത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ നിർമ്മിച്ചു ഇത്രത്തോളം നടത്തിയ കർത്താവെ. പ്രയാസത്തിൻ്റെയും ഭാരത്തിൻ്റെയും നടുവിൽ നിന്റെ കണ്ണിലേക്ക് നോക്കി ഞങ്ങൾ യാചിച്ചപ്പോൾ നീ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് ഞങ്ങളെ മാനിച്ച ദൈവമാകയാൽ സ്തോത്രം കർത്താവെ. ഈ കൂടി വന്നിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ മേൽ കർത്താവ് കൂടെ ഇരുന്ന് ജയമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. ക്യാൻസർ രോഗത്താൽ മലയുന്ന മക്കളുണ്ട് ദൈവമേ. വാർദ്ധക്യത്താൽ ഭാരപ്പെടുന്ന മക്കളുണ്ട് ദൈവമേ. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങള് കർത്താവെ, കുഞ്ഞുങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ എല്ലാവരെയും അവിടുത്തെ സമർപ്പിക്കുന്ന കർത്താവെ. ആ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ അവിടെ നിന്ന് മറിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തോട് അടുക്കുമ്പോൾ ദൈവമേ കർത്താവെ, ഞങ്ങൾ കർത്താവെ എല്ലാവരും സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. നടത്തിയ വഴികൾക്കും വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം. ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചവനെന്ന് പറഞ്ഞവനായ കർത്താവേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എല്ലാ ദുർഘടങ്ങളെയും നിറപ്പാക്കുവാൻ തക്കവണ്ണം മതിയായവനായ കർത്താവിൻ്റെ പാദപീഠത്തിൽ കർത്താവെ താണിരുന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഈ സംഘടനയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവകളെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ചമ്മാച്ചന്മാർ കർത്താവെ ദൈവമേ, അങ്ങനെ ദൈവശാലയും എല്ലാ മക്കളെയും ഞങ്ങൾ സഹോദരങ്ങളെ, ഞങ്ങളുടെ മധുവായിൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവെ. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന ദൈവമേ, കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സെമിനാറിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടെ ഇരുന്ന് സഹായിക്കണമേ ദൈവമേ. നിനക്ക് കയ്യിലടങ്ങിയ മാനപാത്രങ്ങളായി ദൈവമേ നീ അവരെ മാനിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന വഴികൾക്കായിട്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളായിരിക്കുന്ന കർത്താവിൻ്റെ കൃപയാലാണ് ഞങ്ങൾ അറിയുന്നു കർത്താവിന് സ്തോത്രം. ഈ ലോകരാഷ്ട്രങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മരണത്തിൽ പെട്ടെന്നുള്ള ആപത്തിനും അനർത്ഥത്തിനും കർത്താവെ, റോഡിന്റെ നടുവിൽ എത്രയോ കുഞ്ഞുങ്ങൾ പട്ടുപോകുന്നു. തമ്പുരാനെ, ഞങ്ങളെ നീ ഓരോ ദിവസവും കാത്തു സൂക്ഷിക്കുന്ന ആ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രകൃതി ദുരന്തത്തിൽ നിന്നും ഈ ലോകത്തെ വിടുവിക്കണമേ കർത്താവെ. അതിൽ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരിൽ നിന്ന് വിടുവിക്കണമേ. യുദ്ധത്തിന്റെ ഭീഷണികളിൽ നിന്നും യുദ്ധത്തിന്റെ പ്രയാസങ്ങളിൽ കഴിയുന്ന രാജ്യങ്ങളുണ്ട് കർത്താവെ. ഇസ്രായേൽ അവിടുത്തെ സമാധാനം ഐക്യമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഈ രാജ്യത്തെ അനുഗ്രഹിക്കണേ. പല ഭരണാധികാരികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ടുന്നതായ ബുദ്ധിയും വിവേകം കൊടുത്ത്
സമാധാനവും സന്തോഷത്തോടെ നയിക്കുവാൻ തക്കണം എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വഴികൾക്കായിട്ട് സ്തോത്രം കർത്താവേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് ദൈവമേ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവെ മികയ്ക്കായി സ്തോത്രം, തമൻസിന്റെ മോനായി സ്തോത്രം, അടിയാടുങ്ങടയിലുള്ള ശരണായി സ്തോത്രം, നിബലിനായി സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം ദൈവകൃപയിലായി ദൈവത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി ദൈവം മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. വേദനയിൽ കർത്താവേ, അവർ നിന്റെ കണ്ണിലേക്ക് നോക്കി യാചിക്കുന്ന സമയത്ത് കർത്താവേ, നീ അവർക്ക് തക്ക സമയത്ത് മറുപടി കൊടുക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. അനായുടെ കരച്ചിലിനെ മാനിച്ച ദൈവം ഇന്ന് ഞങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട് ദൈവമേ, കൃപയുണ്ടാകണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കർത്താവെ, ഓരോ ഇടവകയും അത് നയിക്കുന്ന അച്ഛന്മാരെയും കുടുംബമായിട്ട് മാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന പിതാവേ, ഈ കൂടുവരവിനെ കൂടുതലായി അനുഗ്രഹിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, വേദനയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഞങ്ങളുടെ കർത്താവേ, നീ കൊച്ചമ്മയുടെ ആത്മാവിന് ശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെയും കുടുംബത്തെ ഒക്കെ ദൈവമേ, അവിടുത്തെ കൃപയും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന എല്ലാ കൃപകൾക്കായിട്ടും വീണ്ടും വീണ്ടും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ഈ കർത്താവേ, ഞങ്ങളുടെ MMBS നയിച്ച് ഞങ്ങളുടെ ആയിഷപ്രകാശ് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സുമിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അച്ഛനും കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാതിനു മുമ്പ് നടത്തിയ എല്ലാ മക്കളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ പ്രയർ ലീഡ് ചെയ്യുന്ന ചേച്ചിക്കായി സ്തോത്രം. എൻ്റെ മകളായിരിക്കുന്ന ആയ സ്ഥാനത്ത് കർത്താവേ, എൻ്റെ മകളെ ഇരട്ടിയായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിന് നടുവിലൊക്കെ ആയിരുന്നുമ്പോഴൊക്കെയും ദൈവമേ, നിന്റെ മകളെ കരങ്ങൾ പിടിച്ച് നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ദൈവമേ. കുടുംബമായി മാനിച്ച് അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് അവിടുത്തെ കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതലമുറയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആൽക്കഹോളിന്റെയും കഞ്ചാവിന്റെയും അടിമത്തത്തിൽ ദൈവമേ, ഞങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവേ. ക്രൂശിന്റെ മറവിൽ അവരെ മറിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇടത്തോട്ടോ വലത്തോട്ടോ ചരിയുമ്പോൾ ഇതാകുന്നു വഴിയെന്ന് കാണിച്ച് കർത്താവേ, ഈ ലോകത്തിന്റെ ദുഷ്ടതയിൽ അവർക്ക് നടന്നുകൂടാതെ തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ക്രൂസിന്റെ മറവിൽ ഓരോ സ്കൂളിനെയും ഓരോ ടീച്ചേഴ്സിനെയും ഓരോ സ്റ്റുഡൻസിനെയും ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് കർത്താവ് മറച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾക്ക് അങ്ങ് സ്തുതിക്കുന്നു. ഒന്നിനും യോഗ്യതയില്ല കർത്താവേ. ആ കൃപയാണ് ദൈവമേ, ആ കരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ദൈവമേ. സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ലീഡ് ചെയ്യുന്ന മക്കളെ വീണ്ടും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുവാണ് കർത്താവേ. അടിയങ്ങൾ വിട്ടുപോയ വിഷയത്തിന്മേൽ അവിടുന്ന് ജയമെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രേയേഴ്സിലുള്ള ഓരോ രോഗികളെയും ഓരോ കുഞ്ഞുമക്കളെയും രോഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ ജിജിയാനെ ഒക്കെ ഒപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവേ. അരുൺ ബോൺസ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പോയിരിക്കുന്ന കർത്താവേ, ആ കുഞ്ഞുങ്ങൾക്കൊക്കെയും കർത്താവ് കൊടുത്ത കൃപയ്ക്കും വിടുതലിനായിട്ട് സ്തോത്രം. ദെമ്പ്രാനെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമാക്കിയെങ്കിൽ കർത്താവേ, ഈ വെള്ളിയാഴ്ച ഒരു അനുഗ്രഹത്തിന്റെ സൗഖ്യത്തിന്റെ ദിനമാക്കി തീർക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ, അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള അടിയങ്ങളുടെ പ്രയറൊക്കെയും അനുഗ്രഹമായി തീരാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണയോടെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ചർച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്ന എല്ലാ ഇടവകയ്ക്കായിട്ട് സ്തോത്രം. അടിയങ്ങളുടെ ഇടവകയും അനുഗ്രഹിക്കണേ ദൈവമേ. ഒരുമയോടെ നിന്റെ സന്നിധിയിൽ ഒരു ചർച്ചിന് വേണ്ടി അടിയങ്ങളും ആഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാവരുടെ ആവശ്യങ്ങളുടെ മേലെ എൻ്റെ കർത്താവ് ജയം എടുക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഞങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. അവിടുത്തെ ഭണ്ഡാരം തുറന്ന് അനുഗ്രഹിക്കണമേ കർത്താവ്. ചെയ്യുന്ന നന്മകൾക്കായിട്ട് സ്തോത്രം കർത്താവേ. രോഗികൾക്ക് ആശ്വാസം കൊടുക്കണേ ദൈവമേ. നിന്റെ കൃപയിൽ നിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പ്രേയർസിലുള്ള എല്ലാ വിഷയങ്ങൾ മേലും കർത്താവ് ജയം എടുക്കണം കർത്താവ്. അനേക രോഗികളുണ്ട് കർത്താവേ. വേർപാടിന്റെ ദുഃഖത്തിൽ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. അവരോട് നീ ഇടപെട്ടുകൊള്ളുമാറാകണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. കലാമിറ്റിൽ നിന്നൊക്കെ വിട്ടുവെച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഭരപ്പെടുന്ന മക്കളുണ്ട് കർത്താവെ, അവരോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവേലെ, ഇന്ന് എല്ലാ മക്കളെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു കർത്താവെ. MMVSനെ അനുഗ്രഹിക്കണമേ കർത്താവെ. നമ്മുടെ എല്ലാ ഡയസസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിനക്ക് നിന്റെ ഹിതം പ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ള ബുദ്ധി, ജ്ഞാനവും വിവേകവും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങളുടെ തിരുമേനിക്കായി സ്തോത്രം കർത്താവെ. നിങ്ങളുടെ ഡയസസിനെ നയിക്കുവാനുള്ള കൃപയും ജ്ഞാനവും ശലോമോൻ രാജാവിന് കൊടുത്തതുപോലെ എൻ്റെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകയെ അനുഗ്രഹിക്കണേ, എല്ലാ അവിടുത്തെ കൃപയിൽ പൊതിയണമേ. അവിടെ ലീഡ് ചെയ്യുന്ന അച്ഛന്മാരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പെട്ടക്കാർ, മേൽപ്പെട്ടക്കാർ, മാഷന്മാർ എല്ലാവരെയും വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു കർത്താവെ. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാനപാത്രങ്ങളായുള്ള എല്ലാവരെയും മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും കരങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യോഗ്യതയില്ലാത്ത അടിയനെ ഇത്രത്തോളം നടത്തിയ ദൈവസ്നേഹത്തിനായിട്ട് സ്തോത്രം. നിന്നതല്ല തമ്പുരാ, നിർത്തിയിരിക്കുന്നതിനാൽ സ്തോത്രം. കുടുംബാംഗങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കണം. മക്കളെയും കൊച്ചുമക്കളെ അക്കിരായുന്ന സ്ഥാനത്ത് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വാതി കിടക്കുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവെ. നിന്റെ കൃപയിൽ പൊതിയണമേ, ബലപ്പെടുത്തണമേ. കൂടെ ഒന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമെങ്കിൽ അടുത്ത ആഴ്ചയിൽ കൂടി വരുവാൻ തക്കണം എല്ലാവരെയും ആയുസോടെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ട കുറേക്കാട്ട് സ്തോത്രം. യേശു ക്രിസ്തു സന്നിധാനത്തിൽ അപേക്ഷിക്കുന്ന അമ്പരാനെ അവിടുന്ന് ദയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ബാറക്കുമാർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസം നമ്മെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും, വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും നാടിന്മേലും ഇടവകയിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സുമ തോമസ്. കേൾക്കാം ആൻറ്റി? കേൾക്കാം. Good afternoon, everyone. Respected His Grace Thomas Marivanius Tirmeni, thank you for your presence and support. A short message emphasizing on total surrender to God through prayers and praises, which will enable us to fight against the tribulations we face in this world. Thank you, Tirmeni. It was a blessing for your presence in this fasting prayer, and your prayers and support is a blessing for all our families. Thank you, Ebiachan, for your leadership, guidance, and support. I like the way you put everything in a nutshell and give it in a point which will help us to remember in future and also share it with our younger generations. Thank you, Achan. Thank you, Shini and Sheena, for your leadership, guidance, and support for our MMVS. It's a great blessing. God bless you and your families. And special thanks to all the core episcopas, achins, kochamas who are joining in our fasting prayer for your support, dedication. Thank you. എലിസബത്ത് ആൻറ്റി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതിയാവത്തില്ല, ബട്ട് മലയാളത്തിൽ തന്നെ പറയണം. ആൻറ്റി എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ആൻറ്റിയുടെ സപ്പോർട്ടും ആൻറ്റിയുടെ പ്രോംപ്റ്റ്നെസ്സും ആൻറ്റി ഞങ്ങളെ റിമൈൻഡ് ചെയ്ത് ഇത് തന്നെ ഞങ്ങൾക്കൊരു വലിയ ഒരു ഫലം, ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് support for all our MMVS group. You're a great mentor, great example, and I pray that all our younger generations should follow you and be a good young women in our church. Thank you, Andy. I know it's almost 10 o'clock now in India, but you're still awake. Your great support. God bless you and your family. Our prayers are always with you. Special thanks to very Reverend Cherian M. Kunelachan, our core episcopa, Elsa Kunel Kochama, for your support and guidance for me. Without your support and guidance, I won't be able to do all this. And for all the achins and kochamas, special thanks to Sali Kochama for your promptness and support for this South Dallas region. I have to give a special thanks to all my unit secretaries, joint secretaries, treasurers, and all the members who have volunteered for this fasting prayer. I just text them
a week ago, and I just get names from all churches, and it's a great support for me. And I wish and pray that this leadership and this teamwork will continue throughout this year and for the forthcoming years. Thank you, thank you, thank you for all. There was almost 108 members. I know it's most of them, maybe they're joining when they're at work, but it's just a dedication and support. As Tirmeni said, it's a blessing for all of us, and especially for our younger generations. They will learn and they will see us. They know my mom is in the fasting prayer. She is praying for me. അവർക്ക് ആ ഒരു ധൈര്യം കിട്ടും, ആ ഒരു സപ്പോർട്ട് കിട്ടും, and they will learn from us, and they should be a great example for the future. Thank you all. Thank you for everyone. And everyone, wishing you all a blessed weekend. Thank you. Sheena, I didn't, I'm sorry, I have put you to the last, but special thanks for a beautiful message with all references from the Bible, and even as persons like you referred, Anna, Esther, and Daniel. It was such a beautiful, short message, but very clear and specific. It was very inspiring, and I'm sure I've written some points which I might share it among our younger MGOCism groups, and giving them an example, inspiring them and insisting them on fasting and prayer. Because our younger generations, when we parents fast, they don't know the real effect of it. But I always advise my kids and the younger kids in our church to give up anything, not only food, but anything that distracts them in their life, so they can come closer to God. Thank you, Sheena. Thank you so much. Thank you, everyone, for joining and supporting us. Okay, thank you so much.